അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സതീഷ് കളത്തിൽ എന്ന കവി രചിച്ചിട്ടുള്ള അകക്കടലുകൾ എന്ന കവിതയെക്കുറിച്ച് ഞാൻ അല്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സതീഷ് കളത്തിൽ എന്ന കവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ദൃശ്യ സാഹിത്യത്തിനായി അതുപയോഗിക്കുകയും അതുപോലെ കഥാകൃത്ത്, കവി, ഗാനരചയിതാവ് എന്നീ മേഖലകളിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് സതീഷ് കളത്തിൽ എന്നുള്ളത്. ആദ്യമായി ഈ അകക്കടലുകൾ എന്ന ശീർഷകത്തിലേക്ക് വരികയാണെങ്കിൽ, നമുക്കറിയാം, നാം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞ നമുക്കറിയുന്ന കടൽ എന്നുള്ളത് അത് കരയുമായി ചേർന്നിട്ടുള്ള പ്രക്ഷുബ്ധമായ ആ ഒരു ശാന്തസമുദ്രത്തെയാണ് നാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ അകക്കടലുകൾ എന്ന് പറയുമ്പോൾ ഇന്നും മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു വിസ്തൃതമായ ഒരിടത്തെയാണ് അകക്കടലുകൾ എന്ന് പറയുന്നത്. ആ ഒരു അകക്കടലിനോട് മനുഷ്യൻ്റെ മനസ്സിനെയാണ് ഇവിടെ സതീഷ് കളത്തിൽ എന്ന കവി ഉപമിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കവിതയുടെ ശകലങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം. ഓരോ മനുഷ്യരും ഓരോ അകക്കടലുകളാണ്. ഈ വരിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ശീർഷകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ മനുഷ്യരെയും കവി അകക്കടലിനോടാണ് ഉപമിക്കുന്നത്. അകക്കടലുകൾ എന്ന് പറയുമ്പോൾ പുറമേ ശാന്തമായി കാണുമെങ്കിലും അതിൻ്റെ ആന്തരിക ഭാഗത്തേക്ക്, അതിൻ്റെ നിഗൂഢതകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തിപ്പെടാനാവാത്ത അത്രയും വിസ്തൃതമായ വിശാലമായ ഒരു ഇടത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു അകക്കടലിനോടാണ് മനുഷ്യൻ്റെ മനുഷ്യനെ കവി ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. അവഗണനയുടെ, അവിശ്വാസത്തിൻ്റെ, ആത്മരോഷത്തിൻ്റെ, ആത്മനിന്ദയുടെ, പകയുടെ, പ്രണയത്തിൻ്റെ, പ്രതീക്ഷയുടെ, പശ്ചാത്താപത്തിൻ്റെ. ഈ വരികളിലൂടെ കവി മനുഷ്യൻ്റെ നെഗറ്റീവായ ചിന്തകളെയും അതുപോലെ വൈവിധ്യങ്ങളാകുന്ന മനുഷ്യൻ്റെ വികാരങ്ങളെയുമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അവിശ്വാസത്തിൻ്റെ, മറ്റുള്ളവരോട് ഒരു മനുഷ്യൻ ഇടപെടുമ്പോൾ അവിടെ അവിശ്വാസത്തിൻ്റെ സാഹചര്യമുണ്ടാകുന്നു. ആ ഒരു വ്യക്തിക്ക് മനുഷ്യൻ്റെ മനസ്സിൽ അവിശ്വാസത്തിൻ്റെ ഒരു തീനാമ്പുണ്ടാകുന്നു. അതുപോലെ ആത്മരോഷത്തിൻ്റെ, തന്നോട് തന്നെയുള്ള വെറുപ്പ്, അതുപോലെ അപകർഷതാബോധം തുടങ്ങിയ നെഗറ്റീവായ വികാരങ്ങൾ മനുഷ്യ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ വൈവിധ്യങ്ങളാകുന്ന പക, പ്രണയം, വെറുപ്പ്, സ്നേഹം തുടങ്ങി ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായ വികാരങ്ങളിലൂടെ ഒരു മനുഷ്യ മനസ്സ് എന്നുള്ളത് വിഭിന്നങ്ങളായ ഇത്തരത്തിലുള്ള വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരിടമായിട്ടാണ് കവി സൂചിപ്പിക്കുന്നത്. അങ്ങനെ അങ്ങനെ അനേകങ്ങളുടെ പര്യായങ്ങളാണ്, നാനാർത്ഥങ്ങളാണ്. ഇങ്ങനെ വിഭിന്നങ്ങളായ വികാരങ്ങളെയും ചിന്തകളെയും എണ്ണിയാലൊടുക്കാത്തതും സങ്കീർണവുമായ അനുഭവങ്ങളുടെയും വികാരങ്ങളുടെയും പര്യായമാണ് മനുഷ്യൻ എന്നുള്ളത്. അത് എണ്ണിയാലൊടുങ്ങാത്ത പലതരത്തിലുള്ള നാനാർത്ഥങ്ങളാണ് മനുഷ്യൻ എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്.
പ്രതിച്ചേർക്കപ്പെട്ട പ്രതിബിംബങ്ങളാണ്. ഇവിടെ പ്രതിബിംബങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും അതുപോലെ പ്രതികരണങ്ങളുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് അവനിക്ക് ആർജിച്ചെടുക്കുന്ന മറ്റുള്ളവർ അവനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നോ ആ ഒരു കാഴ്ചപ്പാടുകൾ, അതിനെയാണ് അവൻ നേരിടുന്ന പ്രശ്നങ്ങളെ, സാഹചര്യത്തെ എങ്ങനെയാണോ അവൻ അഭിമുഖീകരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് എന്നിവിടെ നമുക്ക് പറയുവാൻ സാധിക്കും. കാറ്റെത്തി നോക്കാത്ത തീനാമ്പുകളാണ്. ഈ ഒരു വരിയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും, ഇവിടെ തീനാമ്പുകൾ എന്ന് കവി വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിടെ തീ എന്ന് പറയുമ്പോൾ അത് പ്രശ്നത്തിൻ്റെ പ്രതീകമായിട്ടാണ് കവി ഇവിടെ പറയുന്നത്. പ്രകൃതിപരമായി തീ അണക്കാനുള്ള ഒരു ടൂളായിട്ട് അവിടെ കാറ്റിനെ സൂചിപ്പിക്കുന്നു. ധാരാളം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് ഒറ്റപ്പെടലിൻ്റെ അങ്ങേയറ്റമായി കഴിയുന്ന, ചേർത്തു പിടിക്കാനോ അല്ലെങ്കിൽ അത്താണിയായി ആരുമില്ലാതെ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു വേദന അനുഭവിക്കുന്ന മനുഷ്യർ, അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു വരിയിലൂടെ കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് കാറ്റെത്തി നോക്കാത്ത തീനാമ്പുകളാണ് എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കെ ജീവനില്ലാത്ത ജീവിതങ്ങളാണ്, പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന പാഴ്ശ്രമങ്ങളുടെ ഘോഷയാത്രകളാണ്. ഇവിടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഒരു പ്രതീക്ഷയാണ്. ആ ജീവിതം ഇങ്ങനെ ജഡികമായി ജീവിച്ചുകൊണ്ട് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാതെ അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ പലതുമാവണമെന്ന ബോധം മനസ്സിലുണ്ട്, എന്നാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അതൊക്കെ പാഴ്ശ്രമങ്ങളായി പോകുന്നു എന്ന രീതിയിൽ കവി ഇവിടെ പാഴ്ശ്രമങ്ങളുടെ ഘോഷയാത്രകൾ എന്ന് പറയുന്നത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിഷ്ഫലമായിക്കൊണ്ട് അവൻ ഒന്നിലും എത്തിപ്പെടാതെ ജീവിക്കണമെന്നുണ്ട്, എന്നാൽ ജീവൻ ഒടുക്കണമെന്നുണ്ട്, എന്നാൽ ജീവിക്കാനുള്ള കൊതിയുമുണ്ട്. അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് കവിയുടെ ഘോഷയാത്ര എന്നുദ്ദേശിക്കുന്നത്. ഈ കവിത മനുഷ്യൻ എന്ന ലോകം, അവൻ്റെ ആഗ്രഹങ്ങളുടെ ലോകം, അവൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുടെ ലോകം, അവൻ എത്തിപ്പിടിക്കേണ്ടുന്ന ലക്ഷ്യങ്ങളുടെ ലോകം, അതൊക്കെ പല പ്രശ്നങ്ങളും ക്ലാവുകളും നിറഞ്ഞുകൊണ്ട് അവന് ഒന്നുമിൽ എത്തിപ്പെടാത്ത രൂപത്തിൽ അവനൊരു വേദന നിറഞ്ഞ ജീവിയായി മാറും എന്ന ഒരു പ്രശ്നത്തെ, എന്ന ഒരു വേദനയെയാണ് കവി ഈ കവിതയിലുടനീളം സൂചിപ്പിക്കുന്നത്. പല മനുഷ്യരും പല ദുഃഖങ്ങളായി ജീവിച്ച് പലയിടങ്ങളിലായി വിലാസം നഷ്ടപ്പെട്ട മനുഷ്യനായി മൺമറഞ്ഞു പോകുന്ന ഒരു കാര്യത്തെ കവി ഈ കവിതയിലുടനീളം നമ്മോട് പറഞ്ഞു വെക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജൂനിയർ